ഭാഗവത പുരാണത്തിൽ പറയുന്നത് പ്രകാരം പാലാഴി മഥന സമയത്ത് കയ്യിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ധന്വന്തരി മൂർത്തി. ദേവന്മാരുടെ വൈദ്യനും ആയുസ്സിനെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള വേദമായ ആയുർവേദത്തിൻ്റെ ദേവനുമാണ് ശ്രീ ധന്വന്തരി മൂർത്തി. ചാന്ദ്രരീതിയിലുള്ള ആശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണ് ഭഗവാൻ ക്ഷീരസമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത്. ഈ ദിനം ധന്വന്തരി ജയന്തി എന്നും ധന്വന്തരി ത്രയോദശി എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വൈദ്യനായ ദേവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് ധന്വന്തരിയെ സ്മരിക്കുന്ന അനുഷ്ഠാനം ഇന്നും നിലവിലുണ്ട്. രോഗങ്ങൾ രണ്ടു വിധത്തിൽ മനുഷ്യനെ അലട്ടുന്നു: ഭൗതികപരവും ആത്മപരവും. ഇതിൽ ഭൗതികമായ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ ആത്മപരമായ രോഗങ്ങൾ, അതായത് രോഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ക്ഷീണം, ഒന്നിലും താല്പര്യമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നത് ഈശ്വരഭക്തിയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ഔഷധത്തിൻ്റെ ദേവനായ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ചതുർബാഹുരൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത്. ഭഗവാന്റെ 4 കൈകളിൽ ഓരോന്നിലും ശംഖ്, ചക്രം, അട്ട, അമൃതകുംഭം എന്നിവയാണുള്ളത്. ഭഗവാനെ പൂജിക്കാനുള്ള പ്രധാന പുഷ്പം കൃഷ്ണതുളസിയാണ്. മന്ദാരം, ചെത്തി എന്നിവയും പൂജയ്ക്കെടുക്കാവുന്നതാണ്. പാൽപ്പായസം, കദളിപ്പഴം എന്നിവയാണ് പ്രധാന നിവേദ്യങ്ങൾ. ആയുർവേദാധിപനായ ശ്രീ ധന്വന്തരി മൂർത്തിയെ നിത്യവും ഭജിക്കുന്നത് സർവ്വരോഗമുക്തിക്കും സർവൈശ്വര്യത്തിനും കാരണമാകുന്നു. ധന്വന്തരി പ്രസാദിച്ചാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ആരോഗ്യത്തോടെ ദീർഘായുസ് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആചാര്യമതം. ധന്വന്തരി ഉപാസന രോഗദുരിതങ്ങളിൽ നിന്ന് മാത്രമല്ല, ശാപദോഷങ്ങൾക്കും പരിഹാരമാണ്. വ്യക്തി, കുടുംബം, സ്ഥാപനം എന്നിവയെ ബാധിച്ച ശാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ധന്വന്തരി ഉപാസന സഹായിക്കുന്നതാണ്. ഔഷധ സേവയോടൊപ്പം ധന്വന്തരി മന്ത്രം ജപിക്കുന്നത് അതിവേഗ രോഗശാന്തിക്ക് അത്യുത്തമമാണ്. ആകുലത, മാനസിക സംഘർഷം, രോഗദുരിതം എന്നിവയാൽ വിഷമിക്കുന്നവർക്കുള്ള ദിവ്യമായ ഔഷധമാണ് ശ്രീ ധന്വന്തരി മന്ത്രം. നിത്യവും കുറഞ്ഞത് 9 തവണയെങ്കിലും ഭക്തിയോടെ ധന്വന്തരി മന്ത്രം ജപിക്കേണ്ടതാണ്. ഇനി പറയുന്നതാണ് ധന്വന്തരി മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമഃ. ധന്വന്തരി പ്രീതിക്കായി ഇനി പറയുന്ന ധന്വന്തരി ശ്ലോകവും നിത്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാൻമേ നാശ്യ ശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും വളരെയധികം ധന്വന്തരി മൂർത്തി ക്ഷേത്രങ്ങൾ കാണാവുന്നതാണ്. തമിഴ്നാട്ടിൽ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ, അതായത് ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്. മറ്റൊരു ധന്വന്തരി ക്ഷേത്രം കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തും നമുക്ക് കാണാം. തമിഴ്നാട്ടിലെ സിദ്ധർ പാരമ്പര്യത്തിൽ ധന്വന്തരി പഴയകാലത്തെ 18 ആദരണീയ സിദ്ധന്മാരിൽ ഒരാളായാണ് കണക്കാക്കി വരുന്നത്. തമിഴ്നാട്ടിലെ മയിലാടുതുറൈ വൈത്തീശ്വരൻ കോവിലിൽ അദ്ദേഹത്തിൻ്റെ ജീവസമാധിയാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് തോട്ടുവ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തോട്ടുവ ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രം. ചതുർബാഹുവായ ഭഗവാന്റെ കൈകളിൽ ശംഖ്, ചക്രം, അട്ട, അമൃതകുംഭം എന്നിവയാണുള്ളത്. തൃശ്ശൂരിലെ പെരിങ്ങാവ് ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിലും വടക്കാഞ്ചേരി നെല്ലുവായ ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിലും ധന്വന്തരി പൂജ നടത്തിവരുന്നു. ആനയ്ക്കൽ ശ്രീ ധന്വന്തരി ക്ഷേത്രം തൃശ്ശൂർ ജില്ല, ചേർത്തല മരുത്തൂർവട്ടം ധന്വന്തരി ക്ഷേത്രം, മാവേലിക്കര പ്രായിക്കര ധന്വന്തരി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. എല്ലാ ഭക്തരെയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി ധന്വന്തരി മൂർത്തി ഭഗവാൻ അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ.